ഹലോ ഗായ്സ്, ഞങ്ങൾ വീണ്ടും നെക്സ്റ്റ് ട്രാവൽ. ഇത് ഫാമിലി ട്രാവൽ ടു മൈസൂർ 2025 സോറി 2025 ഭക്ഷണം കിട്ടാത്തണ്ട് ഞങ്ങള് സ്റ്റേ ചെയ്തത് ഇവിടെ വുഡ് ഷെയ്ഡ്. So we are starting our trip, guys. Bye. Breakfast കഴിക്കാൻ ഇന്ത്യൻ കോഫി ഹൗസിൽ വന്നു. സജസ്റ്റഡ് ബൈ അച്ഛൻ. തണുക്കുണ്ടോ? ഇച്ചിരി മുന്നേ തണുത്ത കാറ്റടിക്കണമെന്ന് പറഞ്ഞിരുന്ന ഗായ്സ്. ഉഷാറല്ലേ? ഇപ്പൊ എവിടെ ഇപ്പൊ ഈ പോകുന്നത് തിരുനെല്ലി. ഇതാ തിരുനെല്ലല്ല, നമ്മൾ നാഗർഹോളയിലേക്ക്. ഓക്കെ, നാഗർഹോള വഴി മൈസൂർ. ഞങ്ങൾ ബോർഡർ കടന്നു. ഇപ്പൊ നമ്മള് കർണാടക കേറിയില്ലേ? കർണാടക കേറി. നന്ദി. അപ്പോഴേക്കും മാറി നോക്ക്. ബോർഡെല്ലാം മാറി. ഹൈറ്റ് ഒക്കെ കുറഞ്ഞ് കാപ്പിയിലൊന്നും അപ്പഴേ പൂത്ത്. നമ്മളവിടെ ഒന്നും കാപ്പി കണ്ടില്ലല്ലോ. ഇല്ല, നമുക്ക് തേക്കായിരുന്നു. നോക്കിയിട്ട് ആ ബോർഡർ മാറിയപ്പോ തന്നെ ഫെൻസിങ് ഒക്കെ മാറി. ഹൈറ്റും കുറവ്. ഇപ്പൊ ഇങ്ങനത്തെ കാപ്പി അവരുണ്ട്. നമ്മളങ്ങനെ അടുത്ത ചെക്ക് പോസ്റ്റും കടന്ന് ഇവിടെ എത്തി. കുട്ട അറിയോ? We are going to Nagarhola. We are entering to Nagarhola കാട്. ഒരു പുലി ഇരിക്കുന്ന കണ്ടോ? ഇതാണ് നാഗർഹോള ബോർഡർ കാടിന്റെ. ഇവിടെ ചെക്കിംഗ് ആണ്. വിൽ ഗെറ്റ് ബാക്ക് ടു യു ലേറ്റർ. നമ്മള് പാസ് എടുക്കുന്നത്. ഇവിടെ ഒരു ഓഫീസർ ഉണ്ടാവും, പാസ് തരും. നമ്മുടെ നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നത്. ഹായ് ഹായ്. ഇതാണ് ഞങ്ങളുടെ മിൽഡ ടീച്ചർ. ഓഫ് നാഗർഹോള. യെസ്, മിൽഡ ടീച്ചർ പരിഷ്കാര. നമ്മുടെ അച്ഛൻ അവിടെയുണ്ട്. ഡീറ്റെയിൽസ് കൊടുക്കുക. പാസ്. ഇതാണ് പാസ്. ഇത് അവിടെ 1 മണിക്കൂറിനുള്ളിൽ അവിടെ എത്തണം. ലേറ്റ് ആയി കഴിഞ്ഞാൽ 1000 rupees ഫൈൻ. യെസ്, കം ഓൺ, ലെറ്റ്സ് ഗോ. 1 മണിക്കൂർ. 1 hour കൊണ്ട് I'm on it. In 1 hour we should exit. Seat belt ഇട്ടോ. ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡ് കുറച്ച് ഓഫ് റോഡാ. 1 hourല് നമ്മൾ അപ്പത്തെ എക്സിറ്റിൽ എത്താം. റോഡ് ഓഫ് റോഡ് ആണെങ്കിൽ. ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്ന അച്ഛനും അമ്മയും. എന്തെങ്കിലും കാണുന്ന വിചാരിച്ചിട്ടാ. അതെ, ആനയോ പുലിയോ. ബന്ദിപ്പൂർ കാടിന്റെ നടുക്കൂടെയാണ് പോകുന്നത്. ഒരുമിച്ച് വളരുന്നുണ്ടോ? അതൊക്കെ കാണിക്കും. മേലെന്നാണ് ബ്രാഞ്ചസ് കണക്ടിങ്. രണ്ടു മരം കടഞ്ഞു കൂടിയിട്ട്. സിംഹവാലൻ പോകുന്നുണ്ടോ? 20 രൂപയില് 10 രൂപ മുതലായിട്ടോ. കേരളത്തിലെ അന്യം നിന്ന് പോകുന്ന കുരങ്ങ വംശമാണ് സിംഹവാലൻ കുരങ്ങ. മാൻകൂട്ട
കിട്ടി. അവര് റോഡ് ക്രോസ് ചെയ്യാ. അവിടെ കൊറേ ഉണ്ട് വെറുതെ. വലിയ കൊമ്പകളായിട്ടുണ്ട്. ഫാമിലിയാ. പുള്ളിമാൻ കൂട്ടം അതാറാ നോക്കിയേക്കുന്നത്. ബൈ. നല്ല രസം അതിന്റെ കൊമ്പൊക്കെ കാണാൻ. ഇവിടെ സ്റ്റേ ഉണ്ട് ഗൈസ്. ഫെൻസിംഗ് ഒക്കെ ഓ വെർട്ടിക്കൽ ഫെൻസിങ്. എങ്ങനെ താമസിക്കാൻ പറ്റുമോ? അതിന് എന്തെങ്കിലുമൊക്കെ നേരത്തെ അല്ല നമുക്ക് ലേറ്റ് ആക്കാൻ പറ്റില്ല. നാഗർഹോള നാഷണൽ പാർക്ക് അങ്ങനെ എന്താ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ബുക്കിംഗ്സ് ഒക്കെ ഉണ്ടെന്നാണ്. നാഗർഹോള റിസപ്ഷൻ സെന്ററിനൊക്കെ അപ്പൊ ഇവിടെ സ്റ്റേ ഉണ്ടാവും. മയില് മയില് മയിൽ ഗൈസ് മയില് ഇവിടെയൊക്കെ ഉണ്ട്. പെണ്ണ പെണ്ണ ആണാണ് നല്ല പീല്. ഇത് പെൺമയില. ചെതൽ പുറ്റുകൾ എങ്ങനെയാ ഉണ്ടാകുന്നത് അറിയില്ല. പറഞ്ഞ കമന്റ് ടീച്ചർ പറഞ്ഞു. ഗൂഗിളാണല്ലോ നോക്കുന്നത്. അങ്ങനെ കഴിഞ്ഞു ഗൈസ് നാഗർഹോള ടൈഗർ റിസർവ്. നമ്മളിവിടെ പാസ് കൊടുക്കണം. ഈ ചേട്ടൻ വരുന്നുണ്ട് ഗൈസ്. അങ്ങനെ കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായാ? അടിപൊളി. എന്തിനൊക്കെ കണ്ടു? മാനിനെ കണ്ടു, മയിലിനെ കണ്ടു, കൊരങ്ങനെ കണ്ടു. സഫാരി കൗണ്ടർ, ചെക്ക് പോസ്റ്റ്, ഡ്രിങ്കിങ് വാട്ടർ, ടോയ്ലറ്റ് അങ്ങനത്തെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ഗൈസ്. ഇതാണ് എൻഡിന്റെ കവാടം. ഇനി നമുക്കൊരു അറൌണ്ട് 2 hours ജേർണി ഇല്ലേ? ഇനി 2 hours journey. ഇനി ഒരു 2 hours ജേർണി കഴിഞ്ഞു. അല്ല വീണ്ടും കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങള് നാഗർഹോള റിസർവ് ഫോറസ്റ്റ് കഴിഞ്ഞു, അപ്പുറത്തേക്ക് എത്തി. അപ്പോ ഇവിടെ ഇറങ്ങി ഒന്ന് ഫ്രഷ് ആവാന്ന് വിചാരിച്ചു. നമ്മുടെ ടൈമിന്റെ ആണെന്ന് തോന്നുന്നല്ലേ നമ്മൾ അധികം കാണാഞ്ഞത്. ഇവർ പണ്ടത്തെ ഇണക്കുരുവികളാട്ടോ. ലവ് ബേർഡ്സ് ആണ്, ലവ് ബേർഡ്സ്. ഓക്കേ, ഇനി ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് 2-3 ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മുടെ യാത്ര വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അച്ഛൻ ജ്യൂസ് അല്ലേ കുടിക്കണേ? ജ്യൂസ് ആപ്പിൾ ജ്യൂസ്. ആപ്പിൾ ജ്യൂസ്. ആപ്പിൾ ജ്യൂസ്. Where is your apple juice? Sure. Yeah, apple juice. Apple juice. സുറ്റൊരു വർക്ക് പോസ്റ്റ്. ഗൈസ് ഞങ്ങളുടെ ഫുഡ് വന്നു ഫ്രം RRR. ഫൈനലി മൈസൂരെത്തി. ഇതിന്റെ ഹൈലൈറ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 23 ഡേയ്സിന് ശേഷം നോൺ വെജ് കൂട്ടാൻ പോകും. അതാണ് ഹൈലൈറ്റ്. നോയമ്പിലായിരുന്നു. നോയമ്പ്, ക്രിസ്മസ് നോയമ്പ്. റിവ്യൂ പറ, എങ്ങനെയുണ്ട് RRR? RRR നല്ല ബിരിയാണി, എനിക്കിഷ്ടമാണ്. അതിന് മുന്നേ കഴിച്ചിട്ടുണ്ട്. ഞാൻ ഇവരെയും ട്രൈബിൾസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എങ്ങനെയുണ്ടാ ബിരിയാണി? ഞങ്ങള് മട്ടനാ. കോഴിക്കോട് പാരഗണിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുമല്ല. കോഴിക്കോട് ബിരിയാണി താന്ന് തന്നെ ആയിരിക്കും. പറയണ്ടേ?
എന്തായാലും നോമ്പ് എങ്ങനെ കഴിക്കുമ്പോ മനസ്സിനൊക്കെ എന്തോ ഒരു സന്തോഷം. അയ്യോ നിങ്ങൾ സ്ഥിരമായിട്ട് നോമ്പെടുക്കും. ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കണം, നല്ലതാണ് ഗൈസ്. ഞങ്ങൾ സ്റ്റേ എത്തി. Airbnb ഈ ഒരു വീടാ, ഇതിലത്തെ ഫസ്റ്റ് ഫ്ലോർ. കുറച്ച് എത്തിപ്പെടാൻ കുറച്ച് പാടാ, പക്ഷെ നല്ല റൂമും കാര്യങ്ങളൊക്കെ. ഇതാണ് ഞങ്ങളുടെ Airbnb. സെറ്റിലായി ടി വി ഒക്കെ കാണുന്നത്. അമ്മയുടെ അൺപാക്കിങ്, കിച്ചൺ ഉണ്ട്, എല്ലാ അമ്യൂണിറ്റീസ് ഉണ്ട്. ചിലപ്പോൾ ഔട്ടേരിയുണ്ട്, നമ്മൾ കാണാറില്ലല്ലോ. ഫ്രിഡ്ജ്, ഡൈനിങ് ടേബിൾ, ഓവൻ ഉണ്ടോ? ഇതുണ്ട്, ഇൻഡക്ഷൻ, അതുണ്ട്, കള്ളു കുടിക്കാൻ ഗ്ലാസ് ഉണ്ട്, സാൻഡ്വിച്ച് മേക്കർ ഉണ്ട്, ഗ്ലൗസ് ഉണ്ട്, പ്ലേറ്റ്സ് ഉണ്ട്. ഫ്രിഡ്ജിന്റെ ഉള്ളല്ലോ. അല്ലേ? താങ്ക് യു. മറ്റേ മൂന്നാമത്തെ ബാത്റൂം തുറക്കാൻ പറ്റില്ല. ഒരു അതായത് വാഷ് ബേസിൻ, ഒരു കോമൺ ബാത്റൂം, ഒരു അറ്റാച്ച്ഡ് ബാത്ത്. ഇത് കോമൺ ആണ്. ഇതെന്താ? ഓ, ഇത് ഇങ്ങനെയാണ് ഗൈസ് ഒരു ഏരിയ. വാഷിംഗ് മെഷീൻ ഉണ്ട്, ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്, ആൻഡ് ഇത് വേറൊരു റൂം. ഇതിന് ഒരു റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ദിസ് ഇസ് ഇറ്റ് ഗൈസ്. വാർഡ്രോബ് എല്ലാം ഉണ്ട്. ഗായ്സ്, ഞങ്ങൾ റൂമിൽ റെസ്റ്റ് കഴിഞ്ഞിട്ട് വീണ്ടും എവിടെ സൈറ്റ് സീന് പോകുന്നു. ഇപ്പം എവിടെയാ പോണേ? മൈസൂർ പാലസ്. അച്ഛനൊരു ഉറക്കമൊക്കെ കഴിഞ്ഞു. അച്ഛൻ ഫ്രഷായി, ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഫ്രഷായി. സോറി ഗൈസ്, ഒരു കുപ്പി താഴെപ്പോയി. ഉറക്കം കഴിഞ്ഞു, ഫ്രഷായി. എന്താച്ചാ ഒരു മ്ലാനത മുഖത്ത് ഉറങ്ങിയില്ലേ. ഓക്കെ ഗൈസ്, ഞങ്ങൾ അങ്ങനെ വീണ്ടും അടുത്ത ഡെസ്റ്റിനേഷൻ പാലസിലേക്ക് പോവാം. പോണ്ടേ? പാലസ്. ഗൈസ്, ഞങ്ങൾ ഇത് തപ്പി റോഡ് അല്ല പാർക്കിംഗ് തപ്പി ഏതോ സ്ഥലത്തെത്തി. ഇവിടെ നിന്ന് ഓട്ടോ വിളിച്ച് ഫ്രണ്ടിലുണ്ട്. ആഫ്റ്റർ ഒരു ഓട്ടോ റൈഡിന് ശേഷം വേണ്ട അമ്മ ഓട്ടോ റൈഡ്. ആ ഭീകരം പേടിയാവും അതിനകത്ത് ഇരുന്നാൽ. അത് ശരിക്കും ഒരു റൈഡാ. നല്ല പൊടിയുണ്ടോ, അതുകൊണ്ടാ മാസ്ക് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് കയറാൻ വേണ്ടി നിൽക്കുക. നല്ല തിരക്കുണ്ട്. അവര് നമ്മുടെ സുട്ട് അച്ഛനെ ടിക്കറ്റ് എടുക്കാൻ പോയേക്കാം. പൊന്നോ, വെറുതെ നിന്നാ മതി, ആരെങ്കിലും തള്ളിക്കൊണ്ടോ. ഫുൾ തിരക്ക്, എന്തോ തിരക്ക്, എവിടെ തിരിഞ്ഞാലും ആൾക്കാർ. പാലസ് കാണാൻ കഴിയുന്നില്ല. അമ്മേ, ഭയങ്കര തിരക്കായി പോയി. ഉന്തും കുത്തും തള്ളും. എൻട്രി ടിക്കറ്റ് 120 രൂപയും. അതിനെന്തൊക്കെയാ ടിക്കറ്റ് എടുക്കാതെ ഇവിടെ വന്നൂടെ? ഞാനതാ ചോദിക്കുന്നത്. പറ്റും. ഞാനാണ് നമ്മുടെ റൈഡർ. ഇതാണ് നമ്മുടെ റൈഡ്, ഹോസ് റൈഡ്. ഇക്ബാൽ പാഷ, ഋഷ്ബാൽ. കേരളമേ നിറയെ ഫാൻസ് ഇരിക്കേ.
ये बोले तो ना बड़ा रोड आपको अच्छा लगता है ലൈറ്റ് ഒക്കെ ലൈറ്റ് ഷോ पानी बोले ये देखता सूरत मचे को बड़ा रोड मारो अच्छा लगता है ना आपका बाद में फायदे आएगा समझिया ഇത് അച്ഛൻ आपको राइड अच्छा लगता है അച്ഛൻ ഇയാളെ സോപ്പിട്ട് നിർത്തുന്നുണ്ട് क्या बोला नहीं नहीं कुछ नहीं कुछ नहीं गाइस फुल लाइट है ലൈറ്റ് കൊണ്ട് ഏറുന്നല്ലോ ഗൈസ് കൊള്ളാം guys. ഒരു എക്സ്പീരിയൻസ് ചെയ്യാം. പറസുട്ട് എങ്ങനെയുണ്ട് ഹോഴ്സ് റൈഡ് കൊള്ളാം. You should experience അല്ലേ മാം? എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്. നല്ല ലൈറ്റ് ഒക്കെ ആയിട്ട് ലൈറ്റ് ഷോ. അവിടെ ഇരിക്കണോ? അവിടുത്തെ കുതിര ബ്രേക്ക് ഡൗൺ ആയിരുന്നു. വേറെ വണ്ടിക്കൊന്നും ലൈറ്റ് ഇല്ല കേട്ടോ ഈ വണ്ടി ഒരു അടിപൊളി ഫുൾ ലൈറ്റ് കളർഫുൾ ആണ് കളർഫുൾ ഞങ്ങൾ അങ്ങനെ മൈസൂർ പാക്ക് വാങ്ങാൻ ഓജി ഗുരു സ്വീറ്റ് മാർട്ടിൽ വന്നിരിക്കുന്നത്. ഇത് അവരുടെ പുതിയതാണ് തോന്നുന്നു. ഇവിടെ ജീപ്പേ ഉണ്ട്, ഇവിടെ ഒള്ളി ക്യാഷ്. എന്തായി 800,000 ഉണ്ട് സെയിം ആണോ സെയിം കട അവിടെ ക്യാഷ് ഉണ്ട് ഞങ്ങൾ ഫസ്റ്റ് ഡേ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളിവിടെ കാൻസിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങിച്ച് തിരിച്ച് റൂമിൽ പോവാ. നോമ്പ് കൊടുക്കണം നോമ്പ് ഞങ്ങൾ സ്വീറ്റ്സ് വാങ്ങിച്ചു, ഫുഡ് വാങ്ങിച്ചു, എല്ലാം വാങ്ങി. വി ആർ വെയിറ്റിംഗ് ഫോർ അവർ ഊബർ. ഇനി ബാക്കി നാളെ. സോ ടയർഡ് ബൈ. ഗുഡ് മോർണിംഗ് ഗായ്സ്. ഞങ്ങളുടെ ക്രിസ്മസ് മാസം എല്ലാം കഴിഞ്ഞ് പള്ളി കഴിഞ്ഞ് ഇറങ്ങി. സുട്ട എങ്ങനെയാണ് കന്നഡ മാസ്? സൂപ്പർ ആയിരുന്നു. ഒന്നും മനസ്സിലാവില്ല, പക്ഷെ അച്ഛൻ്റെ ആക്ഷൻ കണ്ട് മനസ്സിലാക്കണം. പക്ഷെ ഇവിടുത്തെ വൈബ് കൊള്ളാം. എല്ലാവരും സ്യൂട്ടും ഫുൾ ഡ്രസ് ആ ഏകദേശം മനസ്സിലാവും. അച്ഛൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒക്കെ അതെ. ഇവിടെയാണ് നമ്മൾ സെന്റ് ഫിലോമിനാസ് ചർച്ച്. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കാം. നമുക്ക് ഭക്ഷണം കഴിക്കണം, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. ഞങ്ങൾ അടുത്തത് നമ്മളിവിടെ അടുത്തത് സൂ, മൈസൂർ സൂ. ഓക്കെ ഗായ്സ്. എന്താ അമ്മേന്റെ കൗതുകാണോ? വെച്ചെടുക്കച്ചാ. അങ്ങനെയാ ഇവിടെയൊക്കെ. ആ ക്ലിപ്പിന്റെ ഇടയിൽ ഞാൻ കേട്ടേ എടാ ഇവിടെയാണോ? ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാ. സ്റ്റാർട്ടഡ് അവർ നെക്സ്റ്റ് ഡേ. ഗായ്സ് ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയപ്പോഴാണ് അച്ഛൻ അവിടെ ഫോട്ടോ എടുക്കുന്നു. അമ്മയും ബ്രേക്ക്ഫാസ്റ്റ്. പള്ളി ഇതാ അവിടെ കാണുന്നത്. അവിടെ ഒരു ഓപ്പോസിറ്റ് പള്ളിയുണ്ട്, സെന്റ് ഫിലോമിനാസ് ചർച്ച്, ഫേമസ്. ഞങ്ങളങ്ങനെ സൂയി കയറി കുറെ കണ്ട് വന്നപ്പോൾ ഞാൻ വീഡിയോന്റെ കാര്യം മറന്നേ. ഇവരെല്ലാവരും ഓരോന്ന് കണ്ടോണ്ട്. ഇവിടെ ഇപ്പൊ ഗൊറില്ലയാണ്. ഇവിടെ എല്ലാം ഭയങ്കര വയസ്സായി മൃഗങ്ങൾക്ക്. വയസ്സായോ മൃഗങ്ങൾ? അയ്യോ ചാവാനായ പാവങ്ങൾ. ഒന്നുമില്ല കേട്ടോ, വെറുതെ അസൂല് വരുന്നത്. ചുമ്മാ 2.5 കിലോമീറ്റർ നടക്കാം. ഗുഡ് ഫോർ ഹെൽത്ത്. 120 റുപ്പീസ് കൊടുക്കണം. ഈ ബിയർ അഞ്ചടിക്കായിരുന്നു. അവരിതാ വരുന്നു. എങ്ങനുണ്ട്? ആ കൊള്ളാം, നന്നായിട്ടുണ്ട്. പക്ഷെ എല്ലാരും വയസ്സായെന്ന് തോന്നുന്നു. പിന്നെ ക്ഷീണവും എല്ലാരും കിടപ്പിലാ. നിപ്പേ അതിനെങ്ങനെ കൂട്ടിലാക്കാൻ പറ്റുമോ? Animals are true friends. കൂട്ടുന്ന പുറത്തിറങ്ങിയ ചിമ്പാൻസി.
നേരത്തെ ഞാൻ വീഡിയോ എടുത്തില്ലേ ഗൈസ്? അവൻ എന്തൊക്കെയോ ശ്രമിക്കുന്നുണ്ട്. ഇത് കാണാൻ കുറേ ജനങ്ങളുണ്ട്. എല്ലാരും ക്ഷീണിച്ചു. ബ്രേക്കാ. നടന്ന് മടുത്തു. വേണ്ടായിരിക്കണം. 3 കിലോമീറ്ററോ? ദാഹമുണ്ട്. പക്ഷെ ഇവര് പ്ലാസ്റ്റിക്. അമ്മയ്ക്ക് ലൈം ജ്യൂസ് വേണം. ചെറുനാരങ്ങ പിഴിഞ്ഞ് ഉപ്പിട്ട് സോഡ ഒഴിച്ച് ബിയറൊക്കെ കിട്ടിയ സോട്ടോ ആൽക്കഹോൾ ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. ഞങ്ങൾ വീണ്ടും തുടങ്ങി. ഈ 2 കിലോമീറ്റർ താഴേക്ക് പോകുന്നില്ലേ? 200 മീറ്റർ ആയിട്ടില്ല. ഞാൻ മാസ്ക് ഇട്ടത് പൊടി ഉള്ളതുകൊണ്ടാണ്. അലർജി, പൊടി അലർജി. അമ്മയ്ക്ക് പൊടി അലർജി ആയതുകൊണ്ടാണ് മാസ്ക്. നാലുണ്ട് അപ്പുറത്തൊരെണ്ണമുണ്ട്. അതിന്റെ ഉള്ളിൽ എന്താ തിരക്ക്? വീണ്ടും ഞങ്ങൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ചാമുണ്ഡി ക്ഷേത്രം. ചാമുണ്ടേശ്വരി അമ്പലത്തിൽ വന്നിരിക്കുന്നത്. തിരക്ക് അതിന്റെ അമ്പലത്തിന്റെ ഉള്ളിൽ കയറുന്നേടാ. പ്രാർത്ഥിക്കാനൊന്നും വേണ്ടല്ലോ, പുറത്തുനിന്നുള്ള ചാമുണ്ടേശ്വരി അമ്മേന്റെ അവിടെ എത്തി. അമ്മ റെസ്റ്റിംഗ്. തിരക്കുണ്ട്, എല്ലായിടത്തും തിരക്കുള്ള പോലെ ഇവിടെയും തിരക്കുണ്ട്. നമ്മൾ ഉള്ളിലേക്ക് കയറിയില്ല, കാരണം നല്ല ക്യൂവും തിരക്കാ. വീഡിയോയാ? എൻട്രി ഫീസ് ഉണ്ട്. ഗേറ്റ് 1-ന് 200, ഗേറ്റ് 2-ന് 50. ആൾക്കാരുടെ ഭക്തിനെ വരെ ഒരു ബിസിനസ് ആണ്. ചാമുണ്ടേശ്വരിയിൽ വന്ന് നല്ല തണുപ്പുണ്ട്. തണുപ്പുണ്ട്. ഇത്രയും ഉയരത്തില് ഇത്രയും നല്ലൊരു ആർക്കിടെക്ട്. അതെ, അതിന്റെ ഒപ്പം തന്നെ ഇവിടെ കുറെ വീടുകളും ഉണ്ട്, റെസിഡൻസ് ഉണ്ട്. വെറുതെ ഇവിടെ ഇരിക്കുന്നു. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഞങ്ങളുടെ മൈസൂരിന്റെ ലാസ്റ്റ് ഡേയാ, ലാസ്റ്റ് ടൂറിസ്റ്റ് സ്പോട്ട്. ഇഷ്ടമായോ മൈസൂര്? എന്താണ് മൈസൂരിലായിട്ട് ഇഷ്ടം? എനിക്ക് പാലസ്. പള്ളി ഭയങ്കര. അച്ഛന് സെന്റ് ഫിലോമിനാസ് പള്ളി, അമ്മയ്ക്ക് മൈസൂർ പാലസ്. നിനക്കും പാലസിന്റെ ആ ലൈറ്റ് അത് അടിപൊളി. അതെ, 7 മണിക്ക് പോണം അവിടെ. അങ്ങനെ നമ്മുടെ മൈസൂർ ട്രിപ്പ് കഴിഞ്ഞു. നൗ വി ആർ ഗോയിങ് ബാക്ക് ടു അവർ ഹോം. എങ്ങനെയുണ്ടായി മൈസൂർ ട്രിപ്പ്? അടിപൊളി, സൂപ്പർ ആയിരുന്നു. എല്ലാം നല്ലായിരുന്നു. അപ്പോൾ ഇനി സ്ട്രേറ്റ് ഹോം. ഇനി അടുത്തൊരു വ്ളോഗ് അല്ലെങ്കിൽ ട്രാവൽ സീരീസ്, ഫാമിലി വ്ളോഗ് ഒക്കെ ആയിട്ട് നെക്സ്റ്റ് ടൈം വീണ്ടും കാണാം. ബൈ.